അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ പലപ്പോഴായി ആവശ്യപ്പെടുന്നതാണ് തുടർച്ചയായിട്ട് ഒരു ക്ലാസ് സംവിധാനിക്കുക എന്നുള്ളത്. പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് തുടർന്നു കൊണ്ടുപോവാൻ കഴിയാത്ത വിഷമം നമുക്കുമുണ്ട്. എന്നിരുന്നാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ അൽ ഇഹ്സാൻ ഹിഫ്ള് കോളേജിന്റെ കീഴിൽ ഒരു പഠന പരമ്പര ഇതുവഴി തുടങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോടുകൂടി നമ്മുടെ ഈ ക്ലാസിന്റെ പരമ്പര ഇവിടെ തുടങ്ങുകയാണ്. എല്ലാവരും ഇത് സശ്രവിധം ശ്രദ്ധിക്കുകയും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗം നേടിയെടുക്കുന്നതിനും ആവശ്യമാകുന്ന തരത്തിൽ ഈ പഠനത്തിനെ ഉപയോഗപ്പെടുത്തണം എന്ന് ആദ്യമായി നിങ്ങളോട് ഉണർത്തുകയാണ്. അല്ലാഹുമ്മ റബ്ബി ശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമാക്കുന്ന ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിചയപ്പെടുത്തിയത്, ഹബീബായ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, മഹാന്മാർ നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത്, ഇൽമ് എന്ന് പറഞ്ഞാൽ വിജ്ഞാനം, അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ മറ്റുള്ള സംവിധാനങ്ങളെ കുറിച്ചും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും പഠിക്കുന്ന ആ പഠനം, ഇൽമ് എന്ന് പറയുന്നത് നൂറുല്ലാഹ് എന്നാണ്, അള്ളാഹുവിന്റെ പ്രകാശമാണ്. ആ പ്രകാശം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ സന്മനസ്സോടുകൂടെ, ശുദ്ധ മനസ്സോടുകൂടെ, ഇഖ്ലാസോടുകൂടെ നമ്മൾ ഇതിനെ കേൾക്കുകയും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും വേണം എന്ന് തുടക്കത്തിൽ തന്നെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ പറഞ്ഞുവല്ലോ, അള്ളാഹുവിന്റെ ജ്ഞാനം, അള്ളാഹുവിന്റെ നമുക്ക് നൽകുന്നതായ വിജ്ഞാനം, അത് അള്ളാഹുവിന്റെ നൂറാണ്. ആ നൂറ് ലാ യുഅ്താ ലിആസി, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അതിൽ നിന്ന് ഉപകാരം സിദ്ധിക്കുകയില്ല എന്ന് മഹത്തുക്കൾ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ശുദ്ധ മനസ്സോടുകൂടെ പഠിക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇൽമ നേടുക എന്നത് എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിർബന്ധമായ കാര്യമാണ്. അറിയേണ്ട ഒട്ടനവധി സംഗതികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അറിയാതെ പോയതിന്റെ പേരിൽ നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം കവർ ചെയ്ത് പറയാൻ കഴിയുമോ എന്നറിയില്ല. എങ്കിലും അറിയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വലിലാണല്ലോ നാം എല്ലാവരും നിലകൊള്ളുന്നത്. ഹബീബായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായതാണല്ലോ പരിശുദ്ധമായ റബീഉ. ആ മാസത്തിന്റെ പേരിൽ തന്നെ വസന്തം എന്നറിയിച്ചുകൊണ്ട് അതിന്റെ സന്തോഷവും ആനന്ദവും അതിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറവി പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്നുള്ളതിനെ അത് മാറ്റുകൂട്ടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം ഒരു മാസത്തിലാവുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിലാവുക എന്നത് തന്നെ ആ സ്ഥലത്തിനെയും ആ മാസത്തിനെയും ആ ദിവസത്തിനെയും ആ സമയത്തിനെയും പ്രത്യേകമാക്കുന്നതാണ്. ദിവസങ്ങളിൽ പ്രധാനമായ ദിവസം വെള്ളിയാഴ്ചയാണെങ്കിലും തിങ്കളാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്നതിന്റെ പുണ്യമുണ്ട്.
പ്രഭാത സമയത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചു എന്നതുകൊണ്ട് തന്നെ പ്രഭാത സമയത്തിനും പുണ്യമുണ്ട്. അതേപോലെ തന്നെ ഈ മാസത്തിനും പുണ്യമുണ്ട്. ആ പുണ്യം നമ്മൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം എങ്ങനെയാണ് ഇത്രമേൽ പുണ്യങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസത്തിനുണ്ടായത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരവ് കൽപ്പിക്കുകയും മറ്റുള്ള പ്രവാചകന്മാരിൽ നിന്ന് പോലും അവർക്ക് നൽകാത്ത സ്ഥാനമാനങ്ങൾ നൽകുകയും ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. വിഷയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന്റെ മുമ്പ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ, അവിടത്തോട് പിൻപറ്റുന്നതിന്റെ പ്രാമുഖ്യം, അതിന്റെ പ്രാധാന്യം നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ തന്നെ പറയാൻ, ഖുൽ നബിയെ, നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിന്, ഉമ്മത്ത് മുഹമ്മദിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ, അള്ളാഹുവിനോട് നിങ്ങൾക്ക് വല്ല മഹബ്ബത്തുമുണ്ടെങ്കിൽ, അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കാൻ വിചാരിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിസ്കരിക്കണമെന്നോ നോമ്പ് നോൽക്കണമെന്നോ ഹജ്ജ് ചെയ്യണമോ എന്നോ പറയുന്നതിന്റെയും മുമ്പ് അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ല തന്നെ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളുടെ സമൂഹത്തിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം എന്നതാണ്. എങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങളോട് പിൻപറ്റേണ്ടത്?